ഒരുപാട് ഫോട്ടോസുകൾ മൊബൈലിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പഴയ ഫോട്ടോസുകൾ ഉണ്ടാകും. പഴയ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ഫോട്ടോസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്ത് എടുത്ത ഫോട്ടോസ് ആയിരിക്കും. അതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും ഉണ്ടാകുക. എന്നാൽ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് എല്ലാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസും ഇതുപോലെ കളറാക്കിയെടുക്കാൻ സാധിക്കും. ഒരു കുട്ടിയുടെ ഫോട്ടോ ഞാൻ കളറാക്കിയെടുത്തതാണ് ഇത്. എന്ത് ക്ലിയറായിട്ടാണ് നമുക്ക് ഈ ഒരു കളറാക്കിയിട്ട് ഫോട്ടോ കിട്ടുന്നത്. ഇത് എങ്ങനെ നമ്മുടെ മൊബൈലിൽ ചെയ്യാൻ സാധിക്കും? ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസുകളൊക്കെ തന്നെ നല്ല ക്ലാരിറ്റിയോടുകൂടി കളറാക്കിയെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ പ്രീവ്യൂ ആയിട്ട് തന്നെ ഒരു ഫോട്ടോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇത് താഴെ കളറൈസ്ഡ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇതിൽ കളറാക്കി മാറ്റിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രീവ്യൂ ആണ്. ഇനി നമുക്ക് ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ എടുത്തിട്ട് കളർ ചെയ്ത് നോക്കാം. ഇവിടെ ഏറ്റവും മുകളിൽ ചൂസ് ഇമേജ് ഫ്രം ഗാലറി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പോൾ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ ഒരു ഫോട്ടോ ആണ് ഞാനിവിടെ തിരഞ്ഞെടുത്തത്. പരസ്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ ക്ലോസ് ചെയ്താൽ മതി. ഇപ്പോൾ അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരത്തെ കണ്ട ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുട്ടിയുടെ ഫോട്ടോ അടിപൊളിയായിട്ട് കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോ നമുക്ക് കാണണമെങ്കിൽ താഴെ കളറൈസ്ഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോ. ഇത് ഞാനിപ്പോൾ കളർ ഫോട്ടോ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കും. നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇവിടെ സേവ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗാലറിയിൽ ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. ഇനി മറ്റൊരു ഫോട്ടോ കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ചൂസ് ഗാലറി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നേരത്തെ ഞാൻ ആഡ് ചെയ്ത ഫോട്ടോവും അതിൻ്റെ കളർ ഫോട്ടോവും ഇവിടെ ഗാലറിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഫോട്ടോ ആണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. വീണ്ടും പരസ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഉടനെ തന്നെ ഇപ്പോൾ ആ ഫ്ലവർ കളർ ഫ്ലവറായിട്ട് മാറിയിട്ടുണ്ട്. എന്ത് ഭംഗിയാണ് കാണാൻ. ഇപ്പം നമുക്ക് പഴയ ഫോട്ടോ ഒന്ന് നോക്കാം. കളറൈസ്ഡ് എന്ന ഭാഗത്ത് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഈ ഫോട്ടോ ആണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇപ്പോൾ അത് കളറായിട്ട് ഈ രൂപത്തിൽ വന്നിട്ടുണ്ട്. നമുക്കത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാനും സാധിക്കും. ഇവിടെ സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പരസ്യങ്ങൾ വരും. പരസ്യങ്ങൾ വരുമ്പോൾ നിങ്ങളതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ആദ്യം ഞാൻ സേവ് ചെയ്ത ആ ഒരു ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും. വീണ്ടും ഞാൻ സേവ് കൊടുക്കുകയാണ്. ഇപ്പോൾ അതും ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഗാലറി ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും പഴയ ആ 2 ഫോട്ടോ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പുതിയ 2 ഫോട്ടോ, അതായത് ഞാൻ കളർ ചെയ്ത് വെച്ച ആ ഫോട്ടോ വളരെ കൃത്യമായിട്ട് ആദ്യത്തെ ഫോട്ടോ ഈ രൂപത്തിലാണ്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്ത ഫോട്ടോ എന്ത് ഭംഗിയാണ്. എല്ലാ രൂപത്തിലും അത് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ, നിങ്ങളുടെ ഗാലറിയിൽ പഴയ ഫോട്ടോസുകൾ, ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടി 1-2 പരസ്യങ്ങൾ കാണണമെന്നേ ഉള്ളൂ. പക്ഷേ വളരെ കൃത്യമായിട്ട് നല്ല ക്ലിയറോടുകൂടി, നല്ല ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് ഏത് ഫോട്ടോസും കളറാക്കിയിട്ട് എടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.